ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനും അജുമോനും കൂടെ ഇന്നലെ കൊല്ലം പാരിപ്പള്ളി വരെ ഒന്ന് പോയായിരുന്നു കേട്ടോ. അത് എല്ലാവരോടും ഒന്ന് പറയണമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതൊന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടെ ഇതിൻ്റെ ബാക്കി വീഡിയോയും ഉണ്ട്. അപ്പം നമ്മൾ പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊല്ലം പാരിപ്പള്ളിയിൽ സ്കൂൾ വെൽ എന്ന് പറയുന്ന കുഞ്ഞുങ്ങളുടെ കുട്ടിപ്പത്രം പിന്നെ ഉണ്ട്. കുട്ടിപ്പത്രത്തിൻ്റെ ഓഫീസ് അവിടെ ആയിരുന്നു ഞങ്ങൾ പോയത്. അവിടെ നിന്നായിരുന്നു അജുമോന് അവാർഡ് കിട്ടിയത്. കുഞ്ഞുങ്ങളുടെ വായനാശീലവും കുഞ്ഞുങ്ങളുടെ കഥകളും കവിതകളും എഴുതാനുള്ള ശീലങ്ങളും വായനാശീലവും അങ്ങനെ ഉള്ള നല്ല നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു പത്രമാണ്, കുട്ടിപ്പത്രമാണ് നമ്മുടെ സ്കൂൾ വെൽ എന്ന് പറയുന്നത്. പിന്നെ അപ്പം അതിൽ ഇപ്പോഴത്തെ പഴയ പോലല്ലല്ലോ. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളെല്ലാവരും മൊബൈൽ ഫോണൊക്കെ നോക്കി അതുപോലെ ഗെയിമുകളൊക്കെ കളിച്ചൊക്കെ ഇരിക്കുന്ന ഈ കാലത്ത് കൃഷികളൊക്കെ ചെയ്യാൻ കുഞ്ഞുങ്ങളൊക്കെ അത്ര വലിയ താല്പര്യമൊന്നുമില്ല. പണ്ടത്തെ കാലത്ത് എന്നെ പോലൊക്കെയുള്ളവരുടെ കാലത്തൊക്കെ ആണെങ്കിൽ എൻ്റെ പ്രായവും അല്ലെങ്കിൽ അതിൽ കുറഞ്ഞ ഒരു 10, 35, 40 വയസ്സൊക്കെയുള്ള ആൾക്കാരുടെ പ്രായത്തിലൊക്കെ ആ കാലത്തൊക്കെ കുഞ്ഞുങ്ങൾ വൈകിട്ട് വന്നു കഴിഞ്ഞാൽ കൃഷികളൊക്കെ ചെയ്യുമോ, എന്തെങ്കിലും പയറും അല്ലെങ്കിൽ പാവൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മുളപ്പിക്കുവോ, അത് നടുവോ, അത് കിളിച്ച് വരുന്ന കാണാൻ ഇഷ്ടപ്പെടുകയോ ഒക്കെ ചെയ്യുന്ന ഒരു കാലമായിരുന്നു. അന്നൊന്നും മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ. ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ ഫോണുണ്ട്, TV ഉണ്ട്, എല്ലാം ഉണ്ട്. കുഞ്ഞുങ്ങളൊക്കെ അതൊക്കെ കണ്ടും കേട്ടും ഇരിക്കുമ്പോൾ അവർക്ക് ആ ഒരു ഇതാണ് അവരുടെ മനസ്സിനകത്ത് ആ ഒരു ഇതാണ് കൂടുതലും. അവർ പഠിക്കും, പക്ഷേ അവർക്ക് കൂടുതൽ വായിക്കുമൊന്നും അല്ലാതെ പുസ്തകങ്ങളൊക്കെ കൂടുതലായിട്ട് വായിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ കുറവാണ്. വായിക്കത്തില്ലെന്നല്ല, ഇഷ്ടംപോലെ വായിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് വായനാശീലവും അങ്ങനെ കവിത അങ്ങനെയൊക്കെയുള്ള എഴുത്തുശീലങ്ങളും ഒക്കെ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ടാണ് സ്കൂൾ വെല്ലെന്ന് പറയുന്ന കുട്ടിപ്പത്രം ഇപ്പോൾ ഉള്ളത്. പിന്നെ അത് നമ്മുടെ കേരളത്തിലെ ഒരുപാട് സ്കൂളുകളിലും സ്കൂൾ വെല്ലിൻ്റെ പത്രങ്ങളും ബുക്കുകളും എല്ലാം പിന്നെ അവിടെ മിക്കവാറും എല്ലാ സ്കൂളുകളിലും കിട്ടുന്നുണ്ട്. എല്ലാ കുഞ്ഞുങ്ങളുടെയും അത് വായിക്കുന്ന കുഞ്ഞുങ്ങളും ഇഷ്ടം പോലെ ഉണ്ട്. അത് വായിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാവരും എനിക്ക് ഇതിലൊന്ന് കമൻ്റ് ഇടണം. ഇത് നമ്മൾ മാതാപിതാക്കൾക്കും ഇത് വളരെ ഉപകാരപ്രദമായ ഒരിതാണ്. കുട്ടിപ്പത്രം ആണ് നമ്മുടെ സ്കൂൾ വെല്ലെന്ന് പറയുന്നത്. പിന്നെ അത് ഞാനും അജുമോനും പോയപ്പം ഞങ്ങൾക്ക് പിന്നെ അജുമോന് അവാർഡ് കൊടുത്തത്, അജു കൃഷികളൊക്കെ ചെയ്യുന്നത് കൊണ്ടും അജുവിന് പിന്നെ കോഴികളെ വളർത്തുകയും കൃഷി ചെയ്യുകയും ആട് അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും അജുമോനുള്ളത് കൊണ്ടും കൂടെയൊക്കെയാണ് അവർ അജുവിനെ സെലക്ട് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ നമ്മളെല്ലാവരും പിന്നെ ഇത് വായിക്കുന്നതും അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നതുമൊക്കെ വളരെ നല്ലതാണ്. സ്കൂൾ വെല്ലെന്ന് പറയുന്ന ഈ കുട്ടിപ്പത്രത്തെക്കുറിച്ച് അതിൻ്റെ ഓഫീസിലായിരുന്നു ഞങ്ങൾ ഇന്നലെ പോയത് കേട്ടോ. അപ്പം നമുക്കത് വിശദമായിട്ടൊന്ന് കാണാം. അജുമോന് അവാർഡ് കൊടുത്തത് നമ്മുടെ പിന്നെ കൊല്ലം മെഡിക്കൽ കോളേജിലെ യാദവ് എന്ന് പറയുന്ന ഡോക്ടറാണ് അജുമോന് പിന്നെ അവാർഡ് കൊടുത്തത്. നമുക്ക് ഇത് വിശദമായിട്ടൊന്ന് കാണാം. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ അജുമോൻ കണ്ടിരിക്കുന്നു. ഞങ്ങൾ കൊല്ലം പാരിപ്പള്ളിയിലാണ് ഉള്ളത്. ഇവിടെ സ്കൂൾ വെല്ലിൻ്റെ ഓഫീസിലാണ് ഞങ്ങളിപ്പോൾ വന്നേക്കുന്നത്. കാണാമായിരിക്കുമല്ലോ നിങ്ങൾക്ക്. ഇത് അജുമോനാണെങ്കിൽ ഇവിടുന്നൊരു അവാർഡുണ്ട്, അത് മേടിക്കാനായിട്ട് ഞങ്ങൾ വന്നതാണ്. ഞങ്ങൾ വന്ന് ശിവചേച്ചിയൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ട്. ശിവചേച്ചിയുണ്ട്, പിന്നെ ശിവചേച്ചിയുടെ മോളുണ്ട്, പിന്നെ മണിക്കുട്ടൻ ചേട്ടനുണ്ട്, എല്ലാവരും ഉണ്ട്. ഞങ്ങൾ അവരുടെ കൂടെ ഇങ്ങോട്ട് വന്നേക്കുന്നത്. അജു ഇവിടെ ഇരുന്ന് തിന്നുകൊണ്ടിരിക്കുക. അവരെല്ലാവരും അവിടെ നിൽപ്പുണ്ട്. പക്ഷെ ശിവചേച്ചി പുറത്ത് നിൽപ്പുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോ അജുവും ശിവചേച്ചിയും തമ്മിലുള്ള സ്നേഹപ്രകടനങ്ങളാണ് നിങ്ങൾ കാണുന്നത്. കൈ തിരുമുന്നു രണ്ടുപേരും കൂടെ. ഞാൻ പറയാൻ എടുത്തപ്പോഴത്തേന് ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. കണ്ടോ, രണ്ടുപേരും കൂടെ നിന്ന് മാറിയിരിക്കുന്നത് കണ്ടോ. രണ്ടുപേർക്ക് ഒരു ബൈക്ലബ്യം പോലെ കണ്ടോ. ഇതൊക്കെയാണ് പരിപാടി. ഞാൻ നാൾക്ക് പറഞ്ഞില്ലായിരുന്നു, ഒരു ചെടി കൊടുത്തത് എടുത്ത് വെച്ചിട്ട് ശിവാമ എപ്പോഴും കാണാനാണ്, ശിവാമയെ ഓർക്കാൻ വേണ്ടി വെച്ചേക്കുവാന്ന്
ഇതൊക്കെ ഇവർ രണ്ടുപേരും കൂടി ഇരിക്കുമ്പോൾ ഉള്ള പരിപാടികളാണ്. ശിവചേച്ചി കോട്ടയത്ത് നിന്ന് ശിവചേച്ചിയും മണിക്കുട്ടൻ ചേട്ടനും മോളും കൂടെ വന്നിട്ട്, കൊച്ചു മോളും കൂടെ വന്നിട്ട് പിന്നെ ഞങ്ങളെ കൊട്ടാരക്കരയിൽ നിന്ന് ഞങ്ങളെ പിക്ക് ചെയ്ത് ഇങ്ങ് കൊണ്ടുവന്നിട്ടുണ്ട്. ശിവചേച്ചി ഈ സ്ഥലത്തിൻ്റെ പേരെന്ന് പറഞ്ഞ് ശിവചേച്ചി പാരിപ്പള്ളി ഞങ്ങൾ വന്നു. അന്ന് നമ്മുടെ വീഡിയോയ്ക്കകത്ത് കണ്ടായിരുന്നു, നമ്മുടെ പിന്നെ ആദർശ് സാറിനെ കണ്ടായിരുന്നു, പിന്നെ നമ്മുടെ രാകേഷ് സാറും ഉണ്ടായിരുന്നു. ആ രണ്ടുപേരും ഉണ്ട് ഇവിടെ. പിന്നെ സാറിൻ്റെ പിന്നെ ഓഫീസിലാണ് നമ്മളിവിടെ ഇരിക്കുന്ന, പാരിപ്പള്ളിയിലെ ചെറിയ ഓഫീസ്. പിന്നെ ഇത് കണ്ടോ, ഇവിടുത്തെ ബുക്കുകളൊക്കെ വേണ്ട, ഇവിടുത്തെ ബുക്കുകളൊക്കെ നമ്മൾ കാണുന്നത്. നമ്മുടെ സ്കൂളിലേക്കൊക്കെ സ്കൂളിൻ്റെ ബുക്കുകൾ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനായിട്ട്, പരീക്ഷയ്ക്ക് പഠിക്കാനായിട്ടൊക്കെയുള്ള ബുക്കുകളൊക്കെ ഇരിക്കുന്ന. എല്ലാ അപ്പുറത്തെ റൂമിലെല്ലാം ഇത് തന്നെ ബുക്കുകളാണ് ഇവിടെ ഉള്ളതെല്ലാം. ഇവിടെ ഇതെല്ലാം ബുക്കുകളാണ്, സ്കൂളിൻ്റെ ബുക്കുകൾ കണ്ടോ. ഇന്നിപ്പോൾ നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്ന ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് സ്കൂൾ ബെൽ, നമ്മുടെ കുട്ടികൾക്കായിട്ടുള്ളൊരു പത്രം. നമ്മൾ വലിയൊരു ആശയമാണ്, നമ്മളൊരു സ്വപ്നമാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു പത്രം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. അപ്പോൾ അതിന് സ്കൂൾ ബെൽ എന്ന് പറയുന്ന ഒരു പേര് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ചിന്തിക്കാനായി കുട്ടിപ്പത്രം എന്നാണ് അതിന് നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു ക്യാപ്ഷൻ. അപ്പോൾ ആ പത്രത്തിലൂടെ തന്നെ കുട്ടികളെ മാക്സിമം അവരുടെ ഒരു നല്ല വാർത്തകൾ എത്തിക്കുക, അവരെ നന്മയുടെ ലോകത്തിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ശ്രമവും ഒക്കെയാണ് അതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അതെല്ലാം ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. എങ്കിലും നമുക്ക് അതിൻ്റെ ഒരു തുടർ പ്രവർത്തനം എന്നുള്ള തരത്തിൽ ഞങ്ങൾ കഴിഞ്ഞ വർഷവും ഇതുപോലെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് നമുക്ക് നമ്മുടെ വിശിഷ്ട അതിഥിയായിട്ട് അന്ന് എത്തിയതും സാറ് തന്നെയാണ് നമുക്ക് എത്തിയിരുന്നത്. അപ്പോൾ ഇത്തവണ നമ്മളിങ്ങനെ ഒരു അവാർഡിങ് എന്ന് പറയുന്ന രീതിയിൽ തന്നെ ഒരു പ്രോഗ്രാമായിട്ട് സംഘടിപ്പിക്കുകയാണ്. അപ്പം ഇന്നിപ്പോൾ 2 പേർക്കാണ് ഇവിടെ നമ്മൾ സ്കൂൾ ബെൽ എന്ന് പറയുന്ന ഇവിടെ അവാർഡിങ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം, രണ്ടും വളരെ വ്യത്യസ്തമായിട്ട് 2 മേഖലകളിലുള്ള വളരെയധികം എന്താ പറയുന്നത്, കൂടുതൽ നമ്മൾ മറ്റുള്ളവരെ അറിയിക്കേണ്ട 2 വ്യക്തിത്വങ്ങൾ തന്നെയാണ് നമുക്കിന്നിപ്പം നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഒന്ന് നമുക്ക് ഒരു കുട്ടി കർഷകൻ അല്ലേ, അജുവുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയയിലൂടെ തന്നെ വളരെയധികം ഫേമസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന എഴുത്തിൻ്റെ ലോകത്തിലേക്ക് എത്തി. കാരണം അതെങ്ങനെ എത്തിയെന്ന് ചോദിച്ചാൽ അദ്ദേഹം വായിക്കുമായിരുന്നു, നല്ല രീതിയിൽ വായിക്കുന്ന ഒരാളാണ്, വായനയുടെ ലോകത്തിലൂടെ വന്ന വ്യക്തിയാണ്. അപ്പോൾ ആ അറിവിലൂടെ എത്തി ഇന്ന് അദ്ദേഹത്തിൻ്റെ തന്നെ ആ കഴിവിനെ, എഴുതുക എന്ന് പറയുന്ന കഴിവിനെ നമ്മളുടെ അടുത്തേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു ശ്രമം തുടങ്ങി. അതിലൂടെ ഇന്ന് വളരെയധികം ഫേമസ് ആയിട്ട് മാറിയ ഒരു വ്യക്തിയാണ് ഇന്ദ്രേസ് സാർ. അപ്പോൾ ഇവർ 2 പേരെയും ആദരിക്കുക, അവർക്കൊരു അവാർഡ് കൊടുക്കുക, അവർക്ക് അവരുടെ ജീവിതത്തിൽ ഇനി അതിന് കൂടുതൽ ഉയർച്ചകളിലേക്ക് പോകാനും കൂടുതൽ നല്ല ഒരു പൊസിഷനിലേക്ക് എത്താനും ഒക്കെയുള്ള ഒരു ഇതായിട്ടാണ് ഞങ്ങൾ സംഘടിപ്പിച്ചത്. നമുക്കറിയാം സ്കൂൾ ബെൽ കഴിഞ്ഞ വർഷത്തിനെക്കാട്ടി ഈ വർഷം കുറച്ചും കൂടെ കുട്ടികളിലേക്കും ടീച്ചേഴ്സിലേക്കും പ്രിൻസിപ്പൽമാരിലേക്കും സ്കൂളുകളിലേക്കും ഒക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്ന് നമുക്ക് ഒരുപാട് സ്വീകാര്യതയുണ്ട്. സ്കൂൾ ബെൽ എന്ന് പറയുന്ന പത്രത്തിന് ഒരുപാട് സ്വീകാര്യതയുണ്ട്. അപ്പോൾ അതിന് തുടക്കം കുറിച്ചതും നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ സാറ് തന്നെയാണ്. സ്റ്റുഡൻസ് ഡോക്ടർ ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്ന പ്രോഗ്രാം നമ്മൾ കഴിഞ്ഞ വർഷം സാറിൻ്റെ ഒരു വിഷനായിട്ടുള്ള ഒരു പ്രോഗ്രാം നമ്മുടെ പത്രത്തിലൂടെ കൊടുക്കുകയും അത് പല സ്കൂളുകൾക്കും ഭയങ്കരമായിട്ട് മാതൃകയായിട്ട് മാറി. ഒത്തിരി സ്കൂളുകൾ സാറുമായിട്ട് അസോസിയേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത്, അപ്പോൾ ഇന്ന് നടക്കുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു അവാർഡിങ്ങാണ്. അപ്പം ആ അവാർഡ് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ നമ്മുടെ സാർ എത്തിയിട്ടുള്ളത്. സാറിനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ്. സാറ് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ ഒരു വളരെ വ്യത്യസ്തനായിട്ടുള്ള ഒരു ഡോക്ടറാണ്. അപ്പോൾ കൊല്ലം മെഡിക്കൽ കോളേജിൽ എന്തുകൊണ്ടാണ് വ്യത്യസ്തത എന്ന് പറഞ്ഞാൽ അർത്ഥം, കാരണം യുണീക്നെസ് ഉള്ള ആളുകളുണ്ട്. അത് പലപ്പോഴും അവരിൽ എങ്ങനെയാണ് വന്നിരുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ യുണീക്നെസ് ആയിട്ടുള്ള ഒരു ചില ക്വാളിറ്റീസ് വന്നിരുന്നു. അങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം. അങ്ങനെ കൂടുതൽ അടുക്കുകയും അദ്ദേഹത്തോട് കൂടുതലായിട്ട് നമുക്ക് സമ്പർക്കം ഉണ്ടാവുകയും അതുകൊണ്ടാണ് അദ്ദേഹവും ഞങ്ങളുമായിട്ടും നമ്മുടെ പ്രോഗ്രാമും അത്തരത്തിലൊക്കെയുള്ള വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാംസ് ആയതുകൊണ്ടാണ് ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത്. സാറ് കൊല്ലം മെഡിക്കൽ കോളേജിലെ അഡീഷണൽ പ്രൊഫസറാണ്.
സർജൻ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഒപ്പം അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത പാലിയേറ്റീവ് കെയറിൻ്റെ നോഡൽ ഓഫീസറാണ്. മീൻസ് അതിനകത്ത് ഏറ്റവും ലീഡിംഗ് ആയിട്ട് നിൽക്കുന്ന വ്യക്തിയാണ്. ഇന്ന് വളരെ വ്യത്യസ്തമായ രീതിയിൽ പാലിയേറ്റീവ് കെയറിനെ കൊല്ലം ജില്ലയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത, മെഡിക്കൽ കോളേജിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തിയാണ്. നിങ്ങൾ അവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അവിടുത്തെ പ്രത്യേകത എന്താണെന്നുള്ളത്. അപ്പോൾ അത്ര വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിൽ സമൂഹത്തിൽ ഇടപെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് നമുക്ക് കിട്ടിയത് വളരെ സന്തോഷം. അദ്ദേഹമാണ് ഇന്ന് അവാർഡ് കൊടുക്കുന്നത്. അവാർഡ് വാങ്ങിക്കുന്ന വ്യക്തികളെ കുറിച്ചിട്ട് ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എങ്കിലും അജു കുട്ടി കർഷകനാണ് അല്ലേ? കുട്ടി കർഷകൻ എന്നതിലുപരി ജീവിതത്തിലെ ഒരുപാട് സാഹചര്യങ്ങളിൽ പടപൊരുതി അല്ലെങ്കിൽ ആ സാഹചര്യങ്ങളെ അഭിമുഖീകരിച്ച് അതിനെ അതിജീവിക്കാനായിട്ട് പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ്. എനിക്ക് 3 ആൺമക്കളാണ്. അപ്പോൾ ഒരു പക്ഷേ എൻ്റെ മകൻ്റെ പ്രായത്തിലാണ് ഇന്ന് ഞാൻ അവർക്ക് ഉള്ളതുകൊണ്ടോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഉള്ളതുകൊണ്ടോ, പക്ഷെ ആ സാഹചര്യത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അവനെ ആദരിക്കുക എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷമുണ്ട്. അല്ലാതെ തന്നെ ഒരുപാട് ആദരവൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന കുട്ടിയാണ് അജു. അപ്പോൾ അജുവിൻ്റെ വീട്ടിലൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട്. അത് വളരെ വലിയൊരു എക്സ്പീരിയൻസ് ആയിട്ട് നമുക്ക് മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അജുവിന് ഞങ്ങൾ അവാർഡ് കൊടുക്കാനായിട്ടും അജുവിന് ഒരു പ്രോത്സാഹനമായിട്ട് മാറാൻ വേണ്ടിയിട്ടും ഞങ്ങളെ കൊണ്ട് എന്തൊക്കെ സഹായങ്ങൾ ചെയ്യാൻ പറ്റും അതൊക്കെ നമുക്ക് ചെയ്യാമെന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് അജുവിനെ നമ്മൾ സെലക്ട് ചെയ്തത്. ഓക്കെ. രണ്ടാമത്തത് ഇന്ദ്രേഷ് സാറാണ്. ഇന്ദ്രേഷ് സാറിൻ്റെ ഒരു വർഷങ്ങളായിട്ട് സ്കൂൾ ബെല്ലും നമ്മുടെ ഇറയും എല്ലാമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഞങ്ങളുടെ ഒരു തുടക്കകാലം നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അവിടുത്തെ ഫോട്ടോയിലൊക്കെ കാണാനായിട്ട് സാധിക്കും. ഇന്ദ്രേഷ് സാറുണ്ട് അതിനകത്തൊക്കെ. അപ്പോൾ ആ ഇന്ദ്രേഷ് സാറിനെയൊക്കെ പോലുള്ള ഒരു വ്യക്തിയെ നമ്മുടെ സ്കൂൾ ബെല്ലിൻ്റെ ഒരു ഭാഗമാക്കാൻ പറ്റിയതിലൊക്കെ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഇന്ന് ഒരു അവാർഡ് കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് പറ്റുകയെന്ന് പറയുന്നത് അതിനെക്കാട്ടിയും വളരെ സന്തോഷം. അപ്പോൾ 2 പേർക്കും അവാർഡ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് രാജസ്ഥാൻ LBD എന്നും രാജസ്ഥാൻ ഒന്നും പറയാമെന്ന് പറയാം ഇല്ലെങ്കിൽ ഓക്കെ. അപ്പോൾ അന്ന് 2 മണിക്ക് വീണ്ടും അദ്ദേഹം ഡ്യൂട്ടിയിൽ കയറണം. ഓക്കെ. രണ്ടുപേരും കൂടെ ഒന്ന് നിൽക്കാം. കോട്ടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ചായ നമ്മുടെ ശിവചേച്ചിയുണ്ട്, എല്ലാവരും ഉണ്ട്. ഞാൻ ഇത്രയും നേരം വീഡിയോ പിടിച്ചപ്പോൾ സംസാരിക്കരുതായിരുന്നു, അതുകൊണ്ടാണ് സംസാരിക്കാൻ. സാറേ 2 വാക്ക് പറഞ്ഞേ, നമ്മുടെ ചാനലിലേക്ക് 2 വാക്ക് സാറ് പറഞ്ഞേ കേൾക്കട്ടെ. അജുമോൻ്റെ അമ്മയും അജുമോൻ്റെ ഞങ്ങളുടെ 2 പേരുടെയും കൂടെ ഒരു ചാനലുണ്ട്, യൂട്യൂബ് ചാനൽ. തീർച്ചയായിട്ടും ഈ അവാർഡിൽ എത്തിച്ചേർന്നപ്പോഴാണ് അജുവിനെ എനിക്ക് പരിചയപ്പെടാനായിട്ട് പറ്റിയത്. ഇന്ന് കേരളത്തിനാകെ മാതൃകയായ ഒരു കുട്ടി കർഷകനാണ് അജു. നമ്മുടെ നാടെന്ന് പറയുന്നത് കാർഷിക സമ്പദ് വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഒരു സംസ്കാരമായിരുന്നു നമ്മളെ നയിച്ചിരുന്നത്. ഇടക്കാലത്തൊക്കെ നമ്മൾ വിദേശത്തേക്കും അല്ലെങ്കിൽ മറ്റ് വൈറ്റ് കോളർ ജോബൊക്കെ തേടിപ്പോയ സമയത്ത് നമ്മുടെ കൃഷിയെ നമ്മൾ മറന്നു. എന്നാൽ ഇന്ന് വീണ്ടും നമ്മൾ കൃഷിയിലേക്ക് സജീവമാവുന്ന ഒരു കാലഘട്ടത്തിൽ മഹാത്മജി പറഞ്ഞതുപോലെ തന്നെ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെടണമെന്ന രാഷ്ട്രപിതാവിൻ്റെ ആ വാക്ക് ഏറ്റെടുത്തുകൊണ്ട് അജു ഇത് 10ാം ക്ലാസ്സിലായപ്പോൾ തന്നെ കേരളത്തിനാകെ മാതൃകയായ ഒരു കർഷകനായിട്ട് മാറിയിരിക്കുന്നു എന്നറിയാൻ കഴിഞ്ഞു. അജുവിൻ്റെ കാർഷിക വിഭവങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ വീട്ടിൽ നടക്കുന്ന വളർത്തുമൃഗങ്ങളെക്കുറിച്ചും ഒക്കെ അറിയാൻ കഴിഞ്ഞു. വളരെ സന്തോഷമുണ്ട്.
വജുവിനോടൊപ്പം ഒരു അവാർഡ് ഏറ്റുവാങ്ങാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. വജുവിനെ എല്ലാ ആശംസകളും ഞാൻ ഈ അവസരത്തിൽ നേരുന്നു. സാറിനെ കുറിച്ചൊന്ന് പറയാമോ? സാറിനെ കുറിച്ച്, നമ്മുടെ സാറിനെ കുറിച്ച് 2 വാക്ക്. സാറിൻ്റെ പേര് പറഞ്ഞിട്ട് സാറിനെ കുറിച്ച് 2 വാക്ക് പറയണം. നമ്മുടെ ഇന്ദ്രേഷ് സാർ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഇറയും സ്കൂൾ ബെല്ലുമായിട്ട് വളരെയധികം നാളത്തെ ബന്ധമുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഞങ്ങളായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത് ഇതൊരു പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടാണ്. പക്ഷെ അദ്ദേഹം വർക്ക് ചെയ്യുന്ന മേഖലകൾ വ്യത്യസ്തമാണ്. കുറേയധികം മേഖലകൾ വർക്ക് ചെയ്യുന്നുണ്ട്. എഴുത്തിൻ്റെ ലോകത്തിലേക്ക് അദ്ദേഹം വരാനുള്ള കാരണം എനിക്ക് തോന്നുന്നു അദ്ദേഹം വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ നേരത്തെ തന്നെ വായിക്കുക എന്ന് പറയുന്ന ഒരു ശീലമുണ്ട്. എനിക്ക് പേഴ്സണലി തന്നെ അദ്ദേഹത്തിന് അറിയപ്പെട്ടു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒരുപാട് വ്യക്തികളുമായിട്ട് വളരെയധികം വ്യക്തിബന്ധം പുലർത്തുന്നതാണ്. എഴുത്തുകാരായാലും അല്ലെങ്കിൽ മറ്റുള്ള വളരെയധികം മറ്റു സ്ഥാനങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നവരായിട്ട്. അപ്പം അന്ന് അദ്ദേഹം എഴുത്തിൻ്റെ ലോകത്തിലേക്ക് എത്തി. ഇന്ന് വളരെ അധികം അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന, വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു എഴുത്തുകാരനാണ്, നിരൂപകനാണ്. അപ്പോൾ ഇന്ന് അദ്ദേഹത്തിന് ഒരുപാട് അംഗീകാരങ്ങൾ നേരത്തെ തന്നെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് സ്കൂൾ ബെൽ ഇപ്പോൾ ഇന്ദ്രേഷ് സാറിന് ഒരു അവാർഡിങ്ങിന് വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്തത്. ഇപ്പോഴത്തെ ഞങ്ങളുടെ അവാർഡ്, സ്കൂൾ ബെല്ലിൻ്റെ അവാർഡ് അദ്ദേഹത്തിനാണ് ലഭിച്ചിരിക്കുന്നത്. വളരെയധികം സന്തോഷം ഇന്ദ്രേഷ് സാറിന്. ഓക്കെ, താങ്ക് യു.